നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് ഓർഗനൈസറുകളാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തേത് ഒന്നേ ഉള്ളൂ, രണ്ടാമത്തേത് ഒരു 6 പീസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ആദ്യത്തെ തന്നെ നോക്കാം. ഫസ്റ്റ് ഐറ്റം 5 കിലോ റൈസോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ പുട്ടുപൊടിയോ പഞ്ചസാര അങ്ങനത്തെ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് കേട്ടോ. ഇത് നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നി. നമ്മളെ അടുക്കളക്കൊക്കെ നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരും കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ 5 കിലോൻ്റെതാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിലെ 10 കിലോൻ്റെതും ഉണ്ട് കേട്ടോ. നമ്മൾ അരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് 25-30 കിലോനൊക്കെ വാങ്ങാത്ത പോലെ തന്നെ ആയിരിക്കില്ല അധികം കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ള ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 5 കിലോൻ്റെ ബ്രൗൺ റൈസാണ് കേട്ടോ ഇതിൽ ഇട്ട് വെക്കുന്നത്. അതാ കണ്ടില്ല, നല്ല ഈസി ആയിട്ട് നമുക്ക് തുറന്ന് ഉപയോഗിക്കാനൊക്കെ പറ്റും. പിന്നെ അതിൽ ചെറിയൊരു എന്താ പറയുക ഒരു കപ്പും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു അളവിനനുസരിച്ചിട്ട് അരി എടുത്താൽ മതിയാവും. അപ്പോൾ കണ്ടില്ല, ഈ ഒരു രീതിയിലാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? നമ്മൾ അടുക്കളക്ക് ഒരു പ്രത്യേക ലുക്ക് തരില്ലേ ഇത് നമ്മളെ കൗണ്ടർ ടോപ്പിൻ്റെ മേലൊക്കെ ഒന്ന് വെക്കുമ്പോൾ. ഞാനിപ്പോൾ കുറച്ചായിട്ട് ബ്രൗൺ റൈസാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഇട്ട് വെക്കാനായിട്ട് നല്ലൊരു പാത്രം വേണം തോന്നിയപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിന് 825 രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ അതിന് റേറ്റ് കൂടിക്കണോ കുറഞ്ഞിക്കണോ എന്ന് അറിയില്ല. എന്തായാലും ഒന്ന് വാങ്ങി നോക്കണ്ടി. പുതിയ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണ്. ബ്രൗൺ റൈസിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത് പഴയ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ 360 രൂപയായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും അതേപോലെ ഹോൾസെയിൽ കടകളിലൊക്കെ ഈ ഒരു റൈസ് കിട്ടും. അടുത്തത് നമ്മുടെ നെസ്റ്റേഷ്യൻ്റെതാണ് കേട്ടോ. അപ്പോൾ നെസ്റ്റേഷ്യനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ അവർക്കുള്ളത്. സ്റ്റാക്കബിൾ ഫുഡ് സ്റ്റോറേജ് കണ്ടെയ്നറാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് നല്ല ആഗ്രഹം തോന്നിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രിപ്പൊക്കെ ചെയ്ത് വെക്കുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനധികവും ബിരിയാണീൻ്റെ ഓർഡറൊക്കെ എനിക്ക് വരുന്നതിനുണ്ട് ഞാനധികം സ്റ്റോറേജ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി വെക്കും. എങ്കിൽ രാവിലെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഈ പ്രിപ്പ് ചെയ്യുക മാത്രമല്ല, വല്ല ഈ നമ്മളെ ഫുഡൊക്കെ ബാക്കി വരികയാണെങ്കിൽ അതേപോലെ വെജിറ്റബിൾസ്, അതേപോലെ മീറ്റ് ഐറ്റംസ്, പിന്നെ അതേപോലെ വേവിച്ച ഫുഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല, ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ പിറ്റേന്ന് നമ്മളെ ജോലി എളുപ്പമാക്കും. ഒരുപാട് ടൈം നമ്മൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ തലേന്ന് രാത്രി തന്നെ നമ്മൾ പ്രിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ ഞാൻ പിറ്റേന്നത്തെ ബിരിയാണീൻ്റെ കുറേ ഐറ്റംസാണ് കേട്ടോ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടിഭാഗത്ത് അങ്ങനെ ഒരു മോഡൽ കണ്ടില്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെക്കും. ഈ ചിക്കനും ബീഫും അങ്ങനെ മീനൊക്കെ ഇത് നമ്മൾ ഉപയോഗിക്കാൻ നേരം നമ്മൾ സാധാ ബോക്സിലാവുമ്പോൾ പെട്ടെന്ന് അത് അലിഞ്ഞ് വരാൻ പ്രയാസം ഉണ്ടാകും. ഇത് ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ആ ഒരു ഡിസൈനും കാരണം പെട്ടെന്ന് തന്നെ ആ ഒരു തണുപ്പ് പോയി കിട്ടും. പിന്നെ അത് കണ്ടില്ല, ഒരു വലുതും പിന്നെ 3 ഒരേ ടൈപ്പും പിന്നെ 2 ഒരേ ടൈപ്പുമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ 3 ഒരേപോലത്തെ അതാണ് കേട്ടോ. മൊത്തത്തിൽ 6 പീസാണ് വരുന്നത്. പിന്നെ ഒരു 8 പീസിൻ്റെതും ഉണ്ട്. ഇതിന് വരുന്നത് 1535 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, എനിക്ക് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോക്സ് ചൂസ് ചെയ്തത്. കാരണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിലൊന്നും ഇപ്പോൾ അധികം ഞാൻ കുറേയൊക്കെ അലൂമിനിയം പ്ലാസ്റ്റിക്കും ഒക്കെ ഒഴിവാക്കിയിട്ട് ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലേക്കും പിന്നെ അതേപോലെ സ്റ്റീലിലേക്കൊക്കെയാണ് കേട്ടോ മാറിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഹെൽത്തിന് പ്രശ്നങ്ങളൊന്നും വേണ്ട. അതുപോലെ കാണാനും നല്ലൊരു ഭംഗിയാണ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ. പിന്നെ അതൊക്കെ കൂടി കൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് നല്ലതാണ് കേട്ടോ അത്. അപ്പോൾ തലേന്ന് രാത്രി പ്രിപ്പ് ചെയ്ത് വെക്കുക, മീൻ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെക്കുക, ചിക്കൻ അതൊക്കെ വെക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഒന്നേ ഉള്ളൂ കേട്ടോ വലുത്. പിന്നെ നമുക്ക് ഈ ഒരു പാത്രം ഫുഡ് കൊണ്ടുപോകാനും ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ആ വലുത്. പിന്നെ ആ വലുതിൽ റൈസും ഉപയോഗിക്കാം, മറ്റേലൊക്കെ നമുക്ക് കറിയോ അങ്ങനത്തെ ഒക്കെ വെക്കുകയും ചെയ്യാം. ഈ ഒരു ബോക്സുകളെല്ലാം തന്നെ ഓവൻ സേഫും പിന്നെ അതേപോലെ ഡിഷ് വാഷർ സേഫും ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ എന്താണ് സൂക്ഷിച്ച് ഉപയോഗിക്കണം, ഗ്ലാസിൻ്റെ ഒക്കെ ആകുമ്പോൾ അങ്ങനെയാണ്. പിന്നെ നല്ല ക്ലീനായി കൊണ്ടെടുക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയില്ലേ. പിന്നെ പല ടൈപ്പ് കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ഗ്രീനാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ വാങ്ങിയത്. ഞാനിപ്പോൾ കാണിച്ച 2 കണ്ടെയ്നറും നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. കാണാനും
പിന്നെ അതേപോലെ നമുക്ക് യൂസ് ചെയ്യാനായാലും ഒക്കെ നല്ല ഭംഗിയുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ്. എന്തായാലും ഒന്ന് വാങ്ങിക്കൊണ്ട് ഫ്ലിപ്കാർട്ടിൽ ഇത് കിട്ടും. ഞാൻ ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ, 2 ഐറ്റംസും, ഈ ബോക്സുകളും ഈ ഒരു സ്റ്റോറേജ് കണ്ടെയ്നറും. അപ്പോൾ ഈ ഒരു ബ്രൗൺ റൈസ് അല്ല കേട്ടോ, നമ്മൾ സാധാരണ റൈസും പഞ്ചസാര, പത്തിരിപ്പൊടി എന്ന് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ കിച്ചണിൽ കുറച്ച് അധികമുള്ള 5 കിലോനൊക്കെ വരുന്ന കുറച്ച് അധികമുള്ള ഐറ്റംസൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ അതാ ഈ കുറച്ച് ഫ്രൂട്ട്സാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളും പിറ്റേന്ന് ഞാൻ പറഞ്ഞല്ലോ ബിരിയാണിക്കുള്ള ഐറ്റംസും. രാവിലെ ഒരു ഓർഡർ ഉണ്ട് ബിരിയാണീൻ്റെ, ഫ്രൈഡ് ചിക്കൻ ബിരിയാണീൻ്റെ ഓർഡറാണ്. അപ്പോൾ അടുത്ത് തന്നെ ആ ഒരു വീഡിയോ ഇടാം കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണ്ടേ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ്, നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ അതിൽ ഈ വത്തക്ക മാത്രമല്ല കേട്ടോ, വേറെ എന്ത് ഫ്രൂട്ട്സും പിന്നെ ഫുഡ് ഐറ്റംസും ഒക്കെ ഇടാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതാണ് വെക്കുന്നതെന്ന് മാത്രം. ഇപ്പോൾ കണ്ടില്ല, നല്ല ഇതൊരു ഫ്രിഡ്ജിൽ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് ഒന്നുകൂടി ഒരു ഐഡിയപരമായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ആ വലുതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഐറ്റംസാണ്. വലുത് 750 ഗ്രാമാണ് വരുന്നത്. പിന്നെ ഇത് 350 ആണെന്ന് തോന്നുന്നത് ഒരു ഡൗട്ടാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഇഞ്ചി ചുവന്നുള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് നല്ല ഈസി ആയിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് മാത്രം കണ്ട് എടുത്താൽ മതിയല്ലോ. ക്ലീൻ ചെയ്ത് നമ്മൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ, പ്ലാസ്റ്റിക്കിൽ വെക്കുന്ന അത്ര ഒരു സേഫ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഗ്ലാസിൻ്റെ വാങ്ങിയത്. പിന്നെ അതിൽ ഞാൻ പിറ്റേന്നേക്കുള്ള പച്ചമുളക് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയിട്ടില്ല കേട്ടോ, ആ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. അടുത്തത് ഇതാ ഈ ഒരു ചെറുത് 2 അളവാണ് കേട്ടോ, 2 എണ്ണം ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ വെളുത്തുള്ളി തൊലി കളഞ്ഞതാണ്. ഇതൊന്നും ഞാൻ കഴുകിയിട്ടല്ല കേട്ടോ വെക്കുക, അപ്പോൾ ഉപയോഗിക്കാൻ സമയത്താണ് കഴുകുക. അല്ല നമ്മൾ കഴുകി വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതിലൊരു നനവ് പോലെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കഴുകാതെ വെക്കുന്നത്. രാത്രി ബാക്കി വരുന്ന നമ്മളെ കറിയോ മറ്റുള്ള എല്ലാം നമുക്ക് ഇതിൽ വെക്കാം കേട്ടോ, ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അതാ ഞാനിപ്പോൾ അത് തേങ്ങയാണ് കേട്ടോ, പിറ്റേന്ന് എനിക്ക് തേങ്ങേൻ്റെ കുറച്ച് അത്യാവശ്യം കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിരവി എടുത്ത് വെക്കൽ ഇത് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ ഞാൻ അധികം. പിറ്റേന്ന് എനിക്ക് തിരക്കിട്ട ജോലികളുണ്ടെങ്കിൽ തലേന്ന് എന്തായാലും ഞാൻ പ്രിപ്പ് ചെയ്ത് വെക്കും. ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ എൻ്റെ കയ്യിലുള്ള മറ്റുള്ള സ്റ്റീൽ പാത്രമോ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളിലാണ് ഇട്ട് വെക്കൽ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതേപോലെ നല്ലൊരു പാത്രം കിട്ടിയാൽ നമുക്ക് നല്ലതാണല്ലോ, നമ്മൾ മനസ്സിനൊരു സന്തോഷമാണല്ലോ അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ. ഞാനിത് കാണിച്ചു തരുന്നുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വാങ്ങിക്കൊള്ളണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമാണ് തോന്നുക, യൂസ്ഫുൾ ആണെന്ന് തോന്നുക എങ്കിൽ ഒന്ന് വാങ്ങി നോക്കണ്ടി, ഒരു നഷ്ടവും വരില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കാണാനും വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള പ്രചോദനം. ഒരു വ്യൂസൊക്കെ കാണുമ്പോൾ എനിക്ക് വീണ്ടും നല്ല നല്ല ഐഡിയാസ് കിട്ടുക, അതിന് വേണ്ടി പ്രയത്നിക്കാൻ തോന്നുക. അപ്പോൾ വ്യൂസ് ഒന്നും കാണണമെന്നും വലിയൊരു ഇതില്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.